ജീവൻ കൊടുത്ത 1000 ദിവസം ഗസ കീഴടങ്ങുന്നില്ല. 250 വർഷം എന്നത് ഒരു നാഴികക്കല്ലാണ്. 1000 ദിവസം എന്നതും നാഴികക്കല്ല് തന്നെ. അമേരിക്ക ആധിപത്യത്തിൻ്റെ 1/4 നൂറ്റാണ്ട് തികച്ച സമയത്ത് ഗസയിലെ ഇസ്രായേലി വംശഹത്യ 1000 ദിവസം തികച്ചു. പലരും ഗസയെ മറന്നു കാണും, പക്ഷേ മറക്കാത്തവരുണ്ട്. ഇത് ജൂലൈ 4-ന് ഗസ വംശഹത്യയുടെ 1000-ാമത്തെ ദിവസം ഓർമ്മിപ്പിച്ച് പാരീസിൽ നടന്ന മൗനജാഥ. No sign upon earth is so fair. 1000 ദിവസങ്ങൾ വെറുമൊരു എണ്ണമല്ല. കുറേ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇസ്രായേൽ ലോകം മുഴുവൻ കാണുകയെ നടത്തിയ കുരുതിയാണത്. മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ക്രൂരതകൾ. عم تشوف شو عم يصير فينا؟ يا ريت انا اروح عند ابوي كمان. حدا من الاولاد اللي ماتوا طلعوا لعندك قال لك شو عملوا فينا وبالبلد؟ بدك على قلبي يابا، حسبيك يابا. تركتنا لحالنا كثير يا الله. വെടിനിർത്തൽ എന്നത് വലിയൊരു നുണയായി. അന്താരാഷ്ട്ര നിയമം മറ്റൊരു നുണയായി. പക്ഷേ യുദ്ധക്കുറ്റങ്ങളുടെ തെളിവെല്ലാം ബാക്കിയുണ്ട്. അവ ശേഖരിച്ചു വെക്കുന്നവരും ഉണ്ട്. ലോകം നേർക്കുനേരെ കണ്ട ദൃശ്യങ്ങൾ, വാർത്തകൾ. ഇസ്രായേലി സേന തന്നെ ഇസ്രായേലികളോട് അതിക്രമം ചെയ്ത് കുറ്റം ഹമാസിന് മേൽ ചാർത്തിയ സംഭവങ്ങൾ. These are only 10 of these crimes, and they're not even the most horrific ones. They are just some of the most well documented, despite Israel still barring journalists from entering Gaza. But together, they paint a clear picture of Israel's brutality and deception, and the impunity that has allowed both to continue. യഥേഷ്ടം ലഭ്യമായ തെളിവുകൾ. പലരും അവ സമാഹരിക്കുന്നു. മുഹമ്മദ് ഷഹാദ എന്ന ജേർണലിസ്റ്റ് അവരിൽ ഒരാളാണ്. In this video, we'll tell their stories. On March 23, 2025, a Palestinian ambulance crew disappeared in Rafah. അദ്ദേഹം ഈ 1000 ദിവസങ്ങളിൽ ഇസ്രായേൽ കരുതിക്കൂട്ടി ലക്ഷ്യമിട്ട് നടത്തിയ കൊലപാതകങ്ങളെ പറ്റിയുള്ള വസ്തുതകൾ തെളിവുകളോടെ വിവരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ, ഹിന്ദ് റജബ് അടക്കമുള്ള കുഞ്ഞുങ്ങളെ, ഡൗൺ സിൻഡ്രോം ബാധിച്ച യുവാവിനെ, ദുരിതാശ്വാസ പ്രവർത്തകരെ, ഭക്ഷണത്തിന് ക്യൂ നിന്നവരെ, ഡോക്ടർമാരെ ഒക്കെ ഇസ്രായേൽ നോട്ടമിട്ട് കൊന്നതിൻ്റെ തെളിവുകൾ. ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇസ്രായേൽ ഫലസ്തീൻകാരോട് ചെയ്യുന്ന ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങളുടെ സമഗ്രമായ ഒരു സമാഹാരം archivegenocide.com എന്ന പോർട്ടലിലുണ്ട്. ഈ പോർട്ടലിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആദ്യം കാണുക ഒരു മുന്നറിയിപ്പാണ്. അകത്തുള്ളത് അതിദാരുണമായ അസംഖ്യം ദൃശ്യങ്ങളാണ്. മനക്കരുത്തുണ്ടെങ്കിൽ മാത്രം തുടർന്ന് നോക്കുക എന്ന്. ഓരോ ദൃശ്യവും ഗുരുതര കുറ്റകൃത്യമാണ്. ഇത്തരം ഓരോ പേജിലും 50ഓളം ദൃശ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള 549 പേജുകളിൽ 64,000 വീഡിയോകൾ ഇതിനകം ഇതിൽ സമാഹരിച്ച് കഴിഞ്ഞു. ലോകത്താദ്യമാകണം ഇത്തരമൊരു സമാഹാരം. പലതരത്തിലായി കൃത്യമായ തെളിവുകളും വാദങ്ങളും മറ്റു പലരും ശേഖരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മറ്റൊരാളാണ് അഹ്മദ് അന്നൂഖ്. കുട്ടികളെ കൊന്നിട്ട് ഇസ്രായേലും ഇസ്രായേലി പക്ഷ മാധ്യമങ്ങളും പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ. കുട്ടികളെ ഫലസ്തീൻകാർ മനുഷ്യ കവചമാക്കുന്നത് കൊണ്ട് കൊല്ലപ്പെടുന്നതാണ് എന്ന്. ഈ വാദം വ്യാജമാണെന്ന് തെളിയിക്കുന്ന വിശദമായ ഒരു പഠനം അന്നൂഖിൻ്റെതായുണ്ട്. 20,000 children were murdered in Gaza, but Israel says the IDF is the most moral army in the world. And to justify that claim,
They repeat one phrase again and again. They are using their people as human shields. Human shield. Human shield. Human shield. Human shield. Human shield. Human shield. Human shields. Human shield. Human shield. Human shields. Human shields. This is a lie. These children were not human shields. കശാപ്പ് തുടരുക തന്നെയാണ്. ഈ ബാലനെ ഇസ്രായേലി പട്ടാളക്കാരൻ കണ്ണിലേക്ക് വെടിവെച്ച് കൊന്നത് കഴിഞ്ഞ മാസം. 1000 ദിവസവും കടന്നിട്ടും ഫലസ്തീനെ പരാജയപ്പെടുത്താനാവാത്ത രോഷത്തിലാണ് ഇസ്രായേൽ. പക്ഷേ ലോകമോ കുറ്റകരമായ നിസ്സംഗതയിലും. 1000 ദിവസം കുട്ടികളെ വരെ കൂട്ടക്കൊല ചെയ്യുമ്പോഴും ലോകം മൗനം പാലിക്കുമ്പോഴും ഫലസ്തീൻ പൊരുതുക തന്നെയാണ്. അവർ തോൽക്കുന്നില്ല. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media_scan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് media1 വെബ്സൈറ്റ് സന്ദർശിക്കുക.